അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണ് ആ റൂം ലോക്ക് ചെയ്തെടുത്തത്, സീൽ ചെയ്തെടുത്തത്. ഇന്നലെ സംഭവിച്ചത് അത് നമുക്ക് വിശദമായിട്ട് നോക്കിയതിന് ശേഷം അങ്ങനെ തന്നെയാണത്. അല്ലല്ല, ഇല്ലല്ല, പുതിയ ലോക്ക് അല്ല, അങ്ങനെയല്ല. അത് നമുക്ക് നോക്കാം. പുതിയ ലോക്ക് ഇട്ടിട്ട് കയറി കഴിഞ്ഞാൽ അതവിടെ ആദ്യ പരിശോധന തന്നെ ഉണ്ട്. രണ്ടാം പരിശോധനയിൽ അല്ല ഷിജു എനിക്ക് അവിടെ ഉണ്ട്. അപ്പൊ രണ്ടാം 6-ാം തീയതിത്തെ പരിശോധന കറക്റ്റ്. രണ്ടാമത്തെ HOD റൂമിലെ പരിശോധനയിലാണ് ഈ വലിയ ബോക്സില് അടുത്ത ഉപകരണം കാണുന്നത്. അത് യഥാർത്ഥത്തിൽ മിസ്സിംഗ് പരാതിയിൽ ഉള്ളതല്ല. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അതവിടെ കൊണ്ടാക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഇല്ല, അറിയില്ല. അതാണ് നമുക്കത് വിശദമായിട്ട് നോക്കിയാൽ മാത്രമേ പറ്റൂ. ഓക്കെ, നമുക്ക് തൽക്കാലം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഈ ഉപകരണം ഈ ഡോക്ടർ ചാർജ് എടുക്കുന്നതിന് മുൻപാണ് ഈ ഉപകരണം വാങ്ങിയത് എന്നുള്ള കാര്യം. അതിന് മുൻപേ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർ വിശദീകരിച്ചത്. അങ്ങനെയാണോ, അതോ ഡോക്ടർ ഹാരിസ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണോ നഷ്ടപ്പെട്ടത്? നമുക്ക് എങ്ങനെ അറിയുന്നത്? അവിടെ മിസ് ചെയ്ത് എങ്ങനെ അറിഞ്ഞതാ? ഇതിലൂടെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതെ, അത് പറഞ്ഞ ഈ ഉപകരണം ഇതിന്റെ ഭാഗമാണ്, ഈ ഓസിലോസ്കോപ്പിന്റെ ഭാഗമാണ് രണ്ടാമത് കണ്ടെത്തിയ ഉപകരണം. ഓസിലോസ്കോപ്പ് ഒരു സിംഗിൾ സാധനല്ലേ? സിംഗിൾ സാധനമാണ്. മനസ്സിലാതൊരു കാര്യം, ഈ ആദ്യത്തെ പരിശോധനയിൽ കണ്ടെത്തിയ എക്യുപ്മെന്റ് ഏതാണ്? അതാണ് ഈ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം. രണ്ടാമത്തെ പരിശോധനയിലോ? അല്ല മോനെ, തെറ്റി. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. അതെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. കണ്ടെത്തിയ ഒബ്ജക്ട്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. യൂറിട്രോസ്കോപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് അല്ല, ഇല്ല. പക്ഷെ അതിന്റെ വലിയ ബില്ലിലാണ് പ്രശ്നം. അതിന്റെ ബില്ലിലാണ് പ്രശ്നം. അത് ആ കുറിയർ വെച്ചേക്കുന്ന ബില്ലിൽ എഴുതിയിരിക്കുന്നുണ്ട് മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് HOD എന്നാണ് എന്റെ ഓർമ്മ. HOD അതെ, ഇതിൽ ബില്ല് എഴുതിയിട്ടില്ല. അതിൽ മോസിലോസ്കോപ്പ് സെൻഡ് ചെയ്യുന്നുള്ള അത് മാത്രമേ ഉള്ളൂ. അതിലല്ല എഴുതിയിരുന്നത്. അതിന് മുകളിൽ ഒരു കവറുണ്ട്, സാധാരണ സീൽഡ് കവർ. സീൽഡ് കവറിനകത്താണ് ഇത് ഇട്ടിരുന്നത്. പെട്ടിയിലാണ് മോസിലോസ്കോപ്പിന്റെ ബില്ലുള്ളത്. അതെ, അത്രേ ഉള്ളൂ. ഇപ്പോഴേയും ക്ലിയർ ആണല്ലോ. ഇത് കൊച്ചു ഇഷ്യൂസേ ഉള്ളൂ. അല്ല ഇത് ക്ലാരിഫൈ അല്ല ഷിജു, ഞാൻ പറഞ്ഞ ക്ലാരിഫൈ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ക്ലാരിഫിക്കേഷൻ ചെയ്യും. അല്ല, ഇന്ന് സർക്കാർ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവര് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവര് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മോഷണം നടന്നത് നിങ്ങൾ ആദ്യം ആരോഗ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോലീസിന് റിപ്പോർട്ട് ചെയ്യുക? അല്ല, ആരോഗ്യമന്ത്രിയെ വിളിച്ച് പറയുന്നതല്ല. നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് എൻക്വയറി റിപ്പോർട്ട് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സമയം കൂടി കൊടുക്കും. നശിപ്പിക്കുന്നതിന് അവിടെ CCTV ഉണ്ട്. അവിടെ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. CCTVയിലുള്ള ദൃശ്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. 24 മണിക്കൂറുള്ള ദൃശ്യങ്ങൾ എങ്ങും പോയിട്ടില്ല. 104 ക്യാമറയിലെ CCTV ഉണ്ട്. മതി, അതൊക്കെ അത് പരിശോധിക്കട്ടെ. എല്ലാവർക്കും ഓപ്പൺ ആണ്. അവസാനത്തെ കാര്യം പറ. ആ വാചകം എന്നാണ് ഒരാള് മാറുന്നതായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് മനസ്സിലായിട്ടില്ല ആരാണ്. തോന്നുന്നത് സമയം നോക്കണം. അല്ല, കാണുന്നില്ല. മാസ്ക് ഒക്കെ കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. നിങ്ങൾ ഇപ്പൊ നമ്മളോട് പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. ഷിജു, ഇതിൽ അല്ല, വളരെ സിമ്പിൾ ആണ് ധാരണയുടെ. ഞാനത് കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. ഇതിന്റെ കാരണം ഈ ഗവൺമെന്റിൽ നിന്ന് ലെറ്റർ വന്നു. അതിന്റെ പേരിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ എൻക്വയറി റിപ്പോർട്ട്, സർക്കാരിന്റെ എല്ലാം എൻക്വയറി കമ്മീഷണർ റിപ്പോർട്ട് പറഞ്ഞു ഈ സാധനം മിസ്സിംഗ് ആണ്. അതിന്റെ കാര്യം. രണ്ടാമത് ലെറ്റർ ഇത് മനസ്സിലായില്ല. അതിന്റെ ബാക്കിൽ ഒരു ലെറ്റർ വന്നത് ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന ഇതിലാണ് ഈ ഈവൻസ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരാനുണ്ട്. ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ കുറെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഇത്രയധികം CCTVയുടെ എണ്ണമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് രാവിലെ 24 മണിക്കൂർ നോക്കണം എന്നാണ് പറഞ്ഞത്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല. കടന്നു പോകുന്നത് കാണുന്നുണ്ടെന്നുള്ളതാണ്. CCTVയിൽ കൃത്യമായി സമയം അറിയാൻ കഴിയും. ആ സമയം വെച്ച് ബാക്കി CCTV ഒരു ക്ലിപ്പുമാണ്. വ്യക്തത വേണം. വ്യക്തത ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. വ്യക്തത കുറവാണ്.
സംശയദൃഷ്ടിയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അത് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി ഫർദർ ഡീറ്റെയിൽ ആയിക്കട്ടെ. ഇതേ ടെൻഷനൊക്കെ നമുക്കും ഉണ്ട്, പുള്ളിക്ക് മാത്രമല്ല. ഈ പറയുന്ന ടെൻഷനൊക്കെ സൂപ്രണ്ടും പ്രിൻസിപ്പലിനും ഒക്കെ ഉള്ളതാണ്. ഈ ഒരു ഡോക്ടർക്ക് മാത്രമല്ല, ഞാനൊരു ന്യൂറോ സർജനാണ്, ഞാനും ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് രാവിലെ ഇവിടെ ഓപ്പറേറ്റ് തിയേറ്ററിൽ കയറുമ്പോൾ ഇതാണ് വരുന്നത്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് അല്ല, ഈ ഒരു ഡോക്ടർക്ക് മാത്രമുള്ളതല്ല. അത് വേണം. പ്രവീണ നമ്മൾ ക്ലിയർ ആക്കി പോട്ടെ. ഓക്കെ പ്ലീസ്. ഇന്നലെ ഈ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ വേറെ താഴിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഓൾറെഡി ഒരെണ്ണമുണ്ട്, അതല്ലാതെ വേറെ അല്ലല്ല, ആ ലോക്ക് മാറ്റിയിട്ട് വേറെ ലോക്ക് ആയിട്ടേക്കുന്നത്. മാറ്റിയത് അത് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് ഒരാൾ അതിനകത്ത് കയറുന്നതായിട്ട്. വാതിൽ കയറുന്നതാണ് കൂട്ട് തുറന്ന് കയറി. നേരത്തെ പറഞ്ഞത് എങ്ങനെ കയറി, ഇതുവഴി കയറി അറിയില്ല എന്നുള്ളതാണ്. അല്ല, അത് ഫർദർ നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. കൂട്ട് പൊളിച്ചിട്ടില്ല. മറുപടി നൽകാൻ ഒരു വിശദീകരണം ചോദിച്ചിരുന്നല്ലോ. ചോദിച്ചിട്ടുണ്ട്. അത് ആള് ക്യാഷ് ലീവ് തന്നത് 4 മുതൽ 8 വരെയാണ്. അദ്ദേഹം ആ ക്യാഷ് ലീവിന് അപ്ലിക്കേഷൻ തന്ന പ്രിൻസിപ്പലിന്റെ ഓഫീസിലാണ് ലെറ്റർ തന്നിട്ടുള്ളത്. അതൊരു 14 ദിവസത്തേക്ക് മറ്റേ എക്സ്റ്റൻഡ് ഞാനത് മുകളിലോട്ട് ഓഫീസിലോട്ട് വിടുന്നത്. കാരണം ഞാനല്ല എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നിർത്താം. ഈ ആഴ്ച തന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അഗൈൻ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തന്നു. ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോപ്പറേഷൻ. ഓക്കെ, പ്രതികരണമാണ് കേട്ടത്. ഈ ഉപകരണം കാണാതായി എന്ന വിഷയത്തിലുള്ളൊരു വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ മാധ്യമങ്ങളെ കാണാൻ എത്തിയത്.